ഇവിടെ ഇതാ റോസിക്കുള്ള കൂട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുവാണ്. കണ്ടോ, റോസിയുടെ കൂടെല്ലാം നമ്മൾ പൊളിച്ച് കളഞ്ഞില്ലേ, അതിന് പകരം ഇതാ കണ്ടോ, റോസിയുടെ മേൽനോട്ടത്തിൽ റോസിക്ക് കൂട് പണിയുവാണ്. അവളുടെ കൂടെല്ലാം നമ്മൾ പൊളിച്ച് കളഞ്ഞില്ലേ, അനുവേട്ട കൂട് നിർമ്മാണത്തിലാണ് ഇവിടെ. അപ്പം റോസിയുടെ മേൽനോട്ടത്തിൽ അവൾക്ക് വേണ്ടി കൂട് പണിയുവാ. റോസി, നിനക്ക് കൂട് ഇഷ്ടപ്പെട്ടോ? റോസി എല്ലാം നോക്കിക്കണ്ട് ചെയ്യിപ്പിക്കുക. പറഞ്ഞ ഓരോ പണിയും അവൾക്ക് എങ്ങനെയൊക്കെ വേണമെന്ന് അവളുടെ വീടിന്. അറ്റാച്ച്ഡ് ബാത്റൂം ഒക്കെയാ. കൂട് പണിയുന്ന ആളെ കണ്ട് അനുവേട്ടാ, എളുപ്പം പണിയുവോ? എൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ അനുവേട്ട എൻ്റെ കൂട്ടത്തിൽ കൂടിയേക്കോ ഇത്. റോസിക്ക് കൂട് പണി. ഇവക്ക് കൂടില്ലാത്തതുകൊണ്ട് നമ്മുടെ ആടിനെയും വിളിച്ചോണ്ട് റോഡെല്ലാം പോവാന്ന്. വെളുപ്പിനെയൊക്കെ ആടിനെ കാണാനില്ലേ. രാവിലെ അമ്മ പശുവിനെ കറക്കാൻ കയറി ചെന്നപ്പോൾ രണ്ടും കൂടെ റോഡേ പോകുന്നു. റോസി, ഇന്ന് നിന്നെ കറണ്ട് അടിക്കും, നോക്കിക്കോ. ആടിനെയും കൊണ്ടങ്ങ് ആട്ടുംകുട്ടിയെ കൊണ്ടങ്ങ് പൊയ്ക്കോളുവാ. അതിന് അനുവേട്ടന് ഇവിടെ കൂട് പണിയാ ഒക്കെ. എന്താ, റോസിയുടെ കൂട് നിർമ്മാണം ഇത്രയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് ഷീറ്റ് കൂടെ ഇട്ടാൽ മതി. അനുവേട്ടൻ എൻ്റെ പെയിൻറ്റ് അടിക്കുക. അനുവേട്ടൻ ഇങ്ങോട്ടൊന്ന് നോക്കിയേ. അനുവേട്ടനുള്ള കൂടിന് പെയിൻ്റ് അടിക്കുക. അനുവേട്ടൻ സ്വന്തമായിട്ടുണ്ടാക്കിയ കൂടാണേ. പിന്നെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു കൂട്ടത്തിൽ. എന്നാലും നമുക്ക് പറയാം സ്വന്തം നിർമ്മാണമെന്ന്. ഐഡിയയും എല്ലാം പുള്ളിയുടെ തന്നെയാണ്. കൊള്ളാവോ കൂട്? ഒന്നും ഇല്ലാത്ത എന്താണെന്നറിയാം, നമ്മുടെ വലിയ കൂട് ഇവിടെ ഇരുന്നില്ലേ, വലിയ കൂട് ഇളക്കി, അത് കോൺക്രീറ്റ് കൂടല്ലായിരുന്നു, അത് ഇളക്കി അതേലെ കമ്പിയൊക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത്, അഡ്ജസ്റ്റ്മെൻറ്റ് കൂടാണ് കേട്ടോ. ഇത് കണ്ടോ, പല ഭാഗങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മുറിച്ചെടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ്. നമ്മുടെ തട്ടിക്കൂട്ട് നമ്മുടെ കയ്യിലിരുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കിക്കൂടാ. എന്നാലും നമ്മൾ ചിലവ് കുറഞ്ഞ രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ നല്ലത്. അപ്പം അങ്ങനെ ചെയ്തതാണ്. ഇങ്ങോട്ട് നോക്കിക്കേ, കൂടിനെ പറ്റി അഭിപ്രായങ്ങൾ പറയാവോ? കൂടിനെ പറ്റി റോസി അഭിപ്രായം പറയാമെന്ന് അനുവേട്ടൻ പറയുന്നത്.